അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് ഒന്ന് കടന്നെല്ലാം ഒന്ന് പറഞ്ഞു, അവസ്ഥകളൊന്ന് പറഞ്ഞു. മഴ പെയ്യുമ്പോൾ മൊത്തം പൊട്ടി ചുഴി മഴയും വെള്ളവും പിന്നെ 3 പുഴകളായിട്ട് ഇവിടെ കിടക്കുകയാണ്. ആഹാരം ഒരു ഭൂമിനാക്കാൻ കഴിയുന്നത് അകത്ത് നോക്കിയാൽ കാണാം. പിന്നെ നമുക്കുള്ളവരാരും സഹായിക്കില്ല, ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ. നിലവിലുള്ള സാഹചര്യത്തിൽ നിനക്കിപ്പോ ലോക്ക്ഡൌൺ ആയിട്ട് ജോലി കാര്യങ്ങളും ഒന്നുമില്ല. ഇപ്പൊ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ജീവിതം. ടാപ്പിംഗ് ജോലിയാണ് ഇപ്പൊ അത്യാവശ്യം. ഈ മഴയില്ലാത്ത സമയത്ത് ടാപ്പ് ചെയ്ത് എന്തെങ്കിലും ചെറിയ വരുമാനം കിട്ടുന്നതുകൊണ്ട് ജീവിക്കുകയാണ്. വീടൊന്ന് മെയിൻ്റെനൻസ് ചെയ്യാനോ ബാക്കിയുള്ള ആവശ്യത്തിനോ ഒന്നും നിലവില് ഒരു പൈസയും ഇല്ല, ആരും സഹായിക്കാനും ഇല്ല. നമ്മളിപ്പം ഇവിടെ 4 സെന്റ് സ്ഥലമല്ലേ ഉള്ളത്? 9 സെന്റ്. 9 സെന്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത്. അപ്പൊ ഈ 9 സെന്റ് സ്ഥലത്തിനകത്താണ് ഇദ്ദേഹം താമസിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് കൂടെ ഉള്ളത്. 3 മക്കളാണ് ഈ നിൽക്കുന്നത്. ഈ 3 മക്കളും ഒരു 2 വയസ്സിന്റെ വ്യത്യാസത്തിലുള്ള മക്കളാണ്. 3 പെൺകുട്ടികളല്ലേ? അപ്പൊ 3 പെൺകുട്ടികളും ഉണ്ട്. ആർക്കെങ്കിലും ഈ പാവം ഷാജഹാനെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തിടും. ഇയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാടെ? അപ്പൊ ഇത് എത്ര വർഷമായിട്ട് ഈ വീടിങ്ങനെ ഈ അവസ്ഥയിലായിട്ട്? 8-9 വർഷമായിട്ട് ഇതേ അവസ്ഥയിൽ തന്നെ. അപ്പൊ മഴയാകുമ്പോ നിങ്ങൾക്ക് എന്നാ വേറെ സുരക്ഷിതമായ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് സാമ്പത്തികം ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ കിടക്കാനുള്ള തീരുമാനത്തിലാണ്. അത് ശരി. ഇപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു കൊച്ചു മാടമെങ്കിലും ആയാലും മതി, ചോർന്നൊലിക്കാതെ കിടക്കണം. അതാണ് നിങ്ങളുടെ ആവശ്യം. അപ്പോ ഇത് കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളായ ആളുകളുണ്ട്, അതുപോലെ ഷെയർ ചെയ്തപ്പെട്ട് പല സ്ഥലങ്ങളിലേക്കും എത്തുന്ന പല ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് അവരോടൊക്കെ ഒരു അഭ്യർത്ഥനയാണ്. ഈ പാവപ്പെട്ട ഷാജഹാനെയും ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയും ഇവരുടെ ഒരു ജീവിതമാർഗം എന്നുള്ള നിലയിൽ അവർക്ക് അന്നുള്ള ആഹാരത്തിനുള്ള വക മാത്രമേ അവർക്ക് ലഭിക്കുന്നുള്ളൂ. പിന്നെ ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതരും പിന്നെ അതുപോലെ മറ്റ് ആളുകളും ഒക്കെ വന്ന് കണ്ടപ്പോൾ ഈ വീടിന് അടിസ്ഥാനമുള്ള വീടാണ്. ഏകദേശം കുറെ വർഷങ്ങൾ പഴക്കമുള്ള വീടാണ്. അപ്പൊ ഈ അടിസ്ഥാനമുള്ള വീടുകൾക്ക് സാധാരണ നിലയിൽ പൈസ കൊടുക്കാറില്ല എന്നാണ് പഞ്ചായത്ത് അധികൃതരൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പഞ്ചായത്തിന്റെ വീടും കിട്ടുക എന്ന് പറയുന്നത് അവർക്ക് അസാധ്യമാണ്. അപ്പൊ അതുകൊണ്ട് കഴിയുമെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാ സഹോദരങ്ങളും ചിലപ്പോൾ ഒരു 2-3 ലക്ഷം രൂപയുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കൃത്യമായ ഒരു കൊച്ചു വീടെങ്കിലും അവർക്കൊരു അത്യാവശ്യം ഈ കൊച്ചുങ്ങളെയും കൊണ്ട് കയറി കിടക്കാൻ പറ്റുന്ന ഒരു കൊച്ചു വീടെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞെന്നിരിക്കും. അപ്പോൾ എല്ലാവരും കൂടെ ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള പിന്നെ സാഹചര്യങ്ങൾ ഇതിന്റെ ഉള്ളിലേക്കുള്ള ഒരു അവസ്ഥയും കൂടെ ഞാൻ കാണിച്ചു തരാം. അവരുടെ കാണുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ ഒരു അവസ്ഥ മനസ്സിലാവുകയുള്ളൂ. ഇതാണ് അവരുടെ അടുക്കളയായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലം. ഈ കാണുന്നതാണ് അടുക്കളയായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലം. ശ്രദ്ധിക്കുക. ഇപ്പോ ഇതൊരു തടിയുടെ ഊന്നിലാണ് ഇത് നിർത്തിയിരിക്കുന്നത്. ഈ കാണുന്നതാണ്, കണ്ടോളൂ, ഇതാണ് അവരുടെ അടുക്കളയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം. ഈ കാണുന്ന ഈ ഭിത്തിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങിക്കൊണ്ട് ഏത് നിമിഷവും ഇത് ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത്. എന്നിട്ടും ഇവര് വേറെ എങ്ങോട്ടും അഭയമില്ലാത്തത് കൊണ്ട് ഇവിടെ തന്നെ ഇങ്ങനെ താമസിക്കുകയാണ്. പടച്ചവനിൽ തവക്കലാക്കിക്കൊണ്ടാണ് അവരിങ്ങനെ താമസിക്കുന്നത്. ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത്. ഇവരെ ആഹാരം വേവിക്കുന്ന സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് കണ്ടോ നിങ്ങൾ? ആരെങ്കിലും ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആഹാരം വെച്ച് കഴിക്കുന്ന ഒരു അവസ്ഥ ഒരു വീട്ടിലും കാണില്ല. എത്ര പാവങ്ങളായാലും അവരുടെ വീട്ടിലൊന്നും കാണില്ല. ഇപ്പൊ ഈ ഉള്ളില് ഒരു ചെറിയ റൂമുണ്ട്, അതിലും യഥാർത്ഥത്തിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം വീഴുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിന്റെ യഥാർത്ഥത്തിൽ ഈ വീട്ടിനകത്തേക്ക് നമുക്ക് ചെരുപ്പിടാതെ കയറാൻ കഴിയില്ല. കാരണം ഇത് ഫുള്ള് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോ അല്പം മഴ തോന്നുന്നതുകൊണ്ട് മാത്രം കുറച്ച് സമാധാനമുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും വെള്ളത്തിന്റെ അവസ്ഥ. ഇതാണ് അവർ ഇപ്പൊ താൽക്കാലികമായിട്ട് കിച്ചണായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം. ഈ കാണുന്നതാണ്, കണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാണുന്നതാണ് കിച്ചണായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം. ഇത്രയ്ക്ക് ദയനീയമായ ഒരവസ്ഥ നമ്മളെ ഒരുപക്ഷെ ഈ പ്രദേശത്തെങ്ങും ഉണ്ടാകത്തില്ല. അങ്ങനത്തെ ദയനീയമായ അവസ്ഥയാണ്. അതുപോലെ അവര് ഇപ്പോ അത്യാവശ്യം കിടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂമാണ്. അതിനകത്ത് ലൈറ്റ് ഇട്ടിട്ട് ചെറിയ പ്രകാശമായതുകൊണ്ട് വെട്ടം പോലും ഇല്ലാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിനകത്ത് എല്ലാവരും കൂടെ പിന്നെ ഇങ്ങനെ കിടക്കുകയാണ്. ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഇടിഞ്ഞു വീണാൽ ഈ കുട്ടികളൊക്കെ വലിയ അപകടത്തിലാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഇത് കാണുന്നവർ എന്തെങ്കിലുമൊക്കെ നിങ്ങളാൽ കഴിയുന്ന ചെറുതും വലുതുമായ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ഇദ്ദേഹത്തിന് നൽകി ഈ ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തിയും ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ 3 കുഞ്ഞുങ്ങളുണ്ട്, ആ കുഞ്ഞുങ്ങളെയും ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ
സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും ദയനീയമായ ഒരു അവസ്ഥ ഈ അടുത്ത സമയത്തും കണ്ടിട്ടില്ല. പിന്നെ ഇതിന്റെ മുകളിൽ നമ്മൾ ഇവിടുത്തെ വാർഡ് മെമ്പർ ഇടപെട്ട് ഇതിന്റെ മുകളിൽ ഒരു 1000 രൂപയ്ക്ക് ഒരു ഇത് ടാർപ്പ വാങ്ങി ഇപ്പൊ താൽക്കാലികമായിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ചെങ്കിലും വെള്ളം ഇപ്പം നിയന്ത്രിച്ചു പോകുന്നത്. അല്ലെങ്കിൽ ഇതിനകത്ത് ഫുള്ള് വെള്ളമായിരുന്നു. ഈ കാണുന്ന ടാർപ്പാണെന്നുണ്ടല്ലോ, ഈ സൂര്യപ്രകാശം കൊണ്ട് ക്യാമറയ്ക്ക് ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും പറയുകയാണ്, ഇതാണ് അവസ്ഥ, നിലവിലുള്ള അവസ്ഥ. ഈ ടാർപ്പയുടെ ബലത്തിലാണ് ഇപ്പോൾ ഉള്ളിൽ വെള്ളം വീഴാതെ ഇരിക്കുന്നത്. അപ്പൊ ഇത് കാണുന്നവർ ഒരുപാട് പേരുണ്ടാകും. നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയും അതുപോലെ പിന്നെ ഫേസ്ബുക്ക് പേജ് വഴിയും അതുപോലെ മറ്റ് ഇതര സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ടാകും. അവരൊക്കെ ഈ പാവപ്പെട്ട ഷാജഹാനെയും ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും 3 കുഞ്ഞുങ്ങളും ഒരു ഭാര്യയും സംസാരശേഷി പൂർണ്ണമായിട്ടില്ലാത്ത ഒരു പാവം ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തെയും കൂടി ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ആ കഴിയുന്ന ചെറുതും വലുതുമായ സംഭാവനകൾ നൽകി ഈ പാവം പെട്ട ഈ ചെറുപ്പക്കാരനെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.